നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി കുട്ടികളെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം BSc ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അതിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിരവധി കുട്ടികളാണ് ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് പഠിക്കുവാനായിട്ട് പോകുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വരാനുള്ള ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജനറൽ നഴ്സിംഗ് കോഴ്സാണ്. കാരണം ജോലി സാധ്യതയും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഈ നഴ്സിംഗ് രംഗത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച കുട്ടികൾക്ക് ഒരു പക്ഷേ എങ്കിൽ ഈ പറയുന്നത് പാരാമെഡിക്കൽ രംഗത്തേക്ക് വരുവാനായിട്ട് ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ എടുക്കുക. അത് മാത്രമല്ല ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും ചെറിയ ഫീസിൽ പഠിക്കുവാനായിട്ടും അങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുവാനായിട്ടും താല്പര്യമുള്ള കുട്ടികളും ഈ ജനറൽ നഴ്സിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളായിരിക്കും ലഭിക്കുക. അതായത് BSc നഴ്സിംഗിനോട് തതുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ട് വാല്യൂ ഉള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെ നിരവധി കുട്ടികളാണ് ആ ഒരു BSc ഡിഗ്രിയിൽ തന്നെ അവർക്ക് ആ ഒരു പ്രൊഫഷണൽ അപ്ഡേറ്റ്സ് നേടാൻ സാധിക്കുക. അത് മാത്രമല്ല ഇപ്പോൾ ടീച്ചിങ് രംഗത്തേക്കൊക്കെ വരാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം MSc നഴ്സിംഗിലേക്കും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 വർഷത്തെ കോഴ്സ് നമ്മൾ ഏകദേശം ഈ ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന സമയത്തുള്ള എല്ലാ സബ്ജക്റ്റുകളും വീണ്ടും ഒന്നും കൂടെ നമ്മൾ ബ്രഷപ്പ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ 8ഓളം സബ്ജക്റ്റുകളാണ് ഈ ഒരു സിലബസിൽ ഉണ്ടാവുക. അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 6ഓളം സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവുക. എല്ലാം ചെറിയ ചെറിയ അവേഴ്സിലായിരിക്കും ഇത് ഉണ്ടാവുക. അതായത് നമ്മൾ ജനറൽ നഴ്സിംഗ് കോഴ്സിൽ ഓൾറെഡി പഠിച്ച ആ സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ് വീണ്ടും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അവർക്ക് പഠിക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും സാധാരണയായിട്ട് നേരിടാറില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇയർലി എക്സാം ആയിട്ടാണ് നടത്തപ്പെടുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിലും നിരവധി നഴ്സിംഗ് കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ 2 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണ് ഈ പറയുന്ന പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഉണ്ടാവുക. ബാക്കി 22ഓളം വരുന്ന പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ് ഈ കോഴ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഗവൺമെന്റ് തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ 2 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം കോഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കേരളത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 22ഓളം വരുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഈ 22 കോളേജുകൾ നമ്മൾ 2 ഇയറിന്റെ കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ചെലവുകളെല്ലാം വരുമ്പോൾ 2.5 ലക്ഷം രൂപയും പ്ലസ് ഹോസ്റ്റലും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഏകദേശം ഒരു 4 ലക്ഷം 4.5 ലക്ഷം രൂപയോളം ചെലവുകൾ വരുന്നതാണ് ഈ ഒരു 2 വർഷത്തെ കോഴ്സ്. അതേസമയം കേരളത്തിന് പുറത്തേക്കാണെങ്കിലും ഞാൻ പറഞ്ഞു ഗവൺമെന്റിൽ നമുക്ക് സ്റ്റൈഫൻഡോടുകൂടി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരിക. പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ 70ഓളം സീറ്റുകൾ മാത്രമാണ് ഈ 2 മെഡിക്കൽ കോളേജുകളിലായിട്ട് ഉണ്ടാവുക. തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമാണ് ഈ കോളേജുകൾ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് എൻട്രൻസ് എക്സാമിന് ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പോസിബിലിറ്റി ലഭിക്കുക. അപ്പോൾ കൂടുതൽ കുട്ടികളും ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള നഴ്സിംഗ് കോളേജുകളിലാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുട്ടികൾക്ക് സ്റ്റൈഫൻഡോടുകൂടി തന്നെ അല്ലെ ജോലിയോടൊപ്പം തന്നെ പഠിച്ചു പോകാനുള്ള പോസിബിലിറ്റീസ് പല കോളേജുകാരും അതിന് അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ സ്റ്റൈഫൻഡോടുകൂടി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫാദർ മുള്ളേഴ്സ് പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ പോലും സ്റ്റൈഫൻ സ്കീമോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ സാധാരണയായിട്ട് കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ മിക്കവാറും വരുന്ന കോളേജുകൾ ഏകദേശം 1.5 ലക്ഷം രൂപയാണ് 2 വർഷത്തെ ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റൈഫൻ സ്കീമിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് വാങ്ങി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കുട്ടികളോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് നഴ്സായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്കിലും കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഹയർ പൊസിഷനിലേക്ക് അല്ലെ പോസ്റ്റുകളിലേക്ക് ഇപ്പം നഴ്സ് സൂപ്പർവൈസർ, നഴ്സ് മാനേജർ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആ ഒരു ലെവലിലേക്കൊക്കെ മുന്നോട്ട് ഭാവിയിലേക്ക് വരുവാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ഉള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കരിയർ അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ
തീർച്ചയായിട്ടും നിങ്ങൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ബേസിക് കോഴ്സുകൾ നിർബന്ധമായിട്ടും എടുക്കുക എന്നുള്ളതാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫിലിയേഷൻസ് എല്ലാം, പ്രത്യേകിച്ച് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും മറ്റുള്ള യൂണിവേഴ്സിറ്റി മറ്റുള്ള അഫിലിയേഷൻസ് എല്ലാം കൃത്യമായിട്ട് പാലിച്ച് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോളേജിൽ തന്നെയാണോ നിങ്ങൾ ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിരവധി കോളേജുകളിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ടാവുക. നിരവധി കുട്ടികൾ ഈ പറയുന്ന കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളിലാണ് കൂടുതലും ആശ്രയിക്കേണ്ടതായിട്ട് വരിക. കാരണം നമ്മൾ കേരളത്തിൽ വരുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, നമ്മളൊരു 2 ഇയറിന്റെ കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ അവിടെ ഇൻകം ഒന്നും ഉണ്ടാവുകയില്ല. സ്റ്റൈഫൻഡ് പല കോളേജുകളിലും, പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജുകളിലൊന്നും സ്റ്റൈഫൻഡ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ വീണ്ടും കോഴ്സ് ഫീ അടച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജനറൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ വിതൗട്ട് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ പറയുന്ന പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗിന് പോകാനായിട്ട് നല്ല കോളേജുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല കുട്ടികളെ സംബന്ധിച്ച് പറയും ജോയിൻ ചെയ്യും, പിന്നെ അത് പറഞ്ഞതിന് ശേഷം വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ അക്കാഡമിക് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഹെൽപ്പും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.